മുൻ ധനമന്ത്രിയും MLA-യുമായ KM മാണി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. വേണ്ടി മുഴുവൻ സമയമെടുത്തിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സത്യസന്ധമായി വിലയിരുത്തുകയോ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ അത് അവലോകനം ചെയ്യുകയോ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതല്ലാതെ മുഴുവൻ മുൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയുക, അത് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നടത്തിയിട്ടുള്ളത്. മുൻകാല ഗവൺമെൻറ് മിച്ചം വെച്ചു എന്ന് പറയുന്നൊരു വലിയ കുറ്റമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കാണുന്നത്. മുൻകാല ഗവൺമെൻറ് 1000 കോടി രൂപ ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ട്രഷറിയിൽ മിച്ചം ഉണ്ടായിരുന്നപ്പോൾ ലയബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് ഐസക് പറയും. ലയബിലിറ്റി എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഐസക് മുൻകാലത്തെ ഞാൻ പറയാം, UDF ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഡോക്ടർ ഐസക് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ലയബിലിറ്റി ഒരു 10,000 കോടിയായിരുന്നു. മാന്ദ്യവിരുദ്ധ പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പദ്ധതികളങ്ങ് പ്രഖ്യാപിച്ചു. 10,000 കോടിയോളം രൂപയുടെ പദ്ധതികളാണ്. ആ ബാധ്യത അന്നത്തെ ഗവൺമെൻറ് അത് പ്രഖ്യാപിച്ചിട്ട് പോയി. ബാധ്യത ഞങ്ങളുടെ തലയിൽ വന്നു. മാന്ദ്യവിരുദ്ധ പാക്കേജിൻ്റെ ബാധ്യത മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ നടപ്പിലാക്കേണ്ടി വന്നു. അതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പം തോമസ് ഐസക്കിന് അത് പറയേണ്ട ഒരു അവകാശവും ഇല്ല. ഐസക് പറഞ്ഞിരിക്കുന്നത് ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. നോൺ ബഡ്ജറ്റഡ് എക്സ്പെൻഡിച്ചറിനെ പറ്റിയാണ് അദ്ദേഹം ഇന്ന് പ്രസ് കോൺഫറൻസ് കാണുകയും നോൺ ബഡ്ജറ്റഡ് എക്സ്പെൻഡിച്ചർ. ഈ നോൺ ബഡ്ജറ്റഡ് എക്സ്പെൻഡിച്ചർ എല്ലാ കാലഘട്ടങ്ങളിലും ബഡ്ജറ്റിൽ പിന്നീട് ഏസ് കൊടുക്കും. നമ്മളൊരു ബഡ്ജറ്റ് പ്രസംഗം തന്നെ, ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അത് പ്രൊവിഷന് തുല്യമാണ്. ഉടനെ അതിന് പ്രൊവിഷൻ കൊടുക്കും. പിന്നെ AS പ്രഖ്യാപനങ്ങൾക്ക് എത്ര വേണം അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി പിന്നീട് AS വന്നു, TS വന്നു, അങ്ങനെ നടപ്പിലാക്കുന്നത്. എല്ലാം ഇപ്പോൾ ബഡ്ജറ്റിനകത്ത് തുക അച്ചടിച്ച് വയ്ക്കണം എന്നൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ടോക്കൺ പ്രൊവിഷനായാലും ഇപ്പം PWD 100 രൂപയാണ് നമ്മൾ ടോക്കൺ പ്രൊവിഷൻ വെക്കുന്നത്. 100 രൂപയിൽ നിന്ന് 5 കോടി 10 കോടിയിലേക്കാക്കും എസ്റ്റിമേറ്റ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതിനെല്ലാം ആവശ്യമായ തുക വകയിരുത്തിയിട്ടില്ല എന്നുള്ള വാദം ഒരു വലിയ അന്തസാര ഒരു സാരമുള്ള ഒരു ക്രിറ്റിസിസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം മാന്ദ്യവിരുദ്ധ പാക്കേജ് വീണ്ടും പല പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒന്ന്, മണൽ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നും കുറേ രൂപ കിട്ടും. ആ കളക്ട് ചെയ്യുന്ന രൂപ ഞങ്ങൾ അതുപോലെ തന്നെ വയൽ നികത്തുന്നു. മണൽ കളക്ട് ചെയ്യുന്നതിന് ലൈസൻസ് ഫീസ് ഏർപ്പെടുത്തുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പഴയ കാലത്ത് നെൽവയൽ നികത്തിയതിന് റെഗുലറൈസ് ചെയ്യുമ്പോൾ ഒരു ഫീസ് വെക്കുന്നു, അതിൻ്റെ വരുമാനം. ഈ വരുമാനമെല്ലാം കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് അദ്ദേഹം കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിൽ നിന്ന് ഒരു വരുമാനവും കിട്ടിയിട്ടില്ല. മണലിൽ നിന്ന് ഒരു വരുമാനവും കിട്ടിയില്ല. നെൽവയൽ നികത്തിൽ നിന്ന് ഒരു വരുമാനവും കിട്ടിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പ്രഖ്യാപിച്ച പല നികുതി വരുമാനങ്ങളും വെറും പ്രഖ്യാപനങ്ങളായി അവശേഷിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാവുന്നൊരു കാര്യമാണ്. പിന്നെ വരവ് നോക്കാതെ ഈ ഗവൺമെൻറ് ചെലവ് ചെയ്തു. മെഗാ പ്രോജക്ട്സ് വരവ് നോക്കാതെ ഈ ഗവൺമെൻറ് ചെലവ് ചെയ്ത പ്രോജക്ട്സൊക്കെ എത്രയോ ജനോപകാരപ്രദമായിട്ടുള്ള പ്രോജക്ട്സാണ്. മെഗാ പ്രോജക്റ്റ്, അതിന് മെഗാ പ്രോജക്ട്സിന് പണം കൊടുക്കരുതെന്നാണോ പറയുന്നത്? കൊച്ചിൻ മെട്രോ ട്രയൽ റൺ നടന്നു. അത് നടപ്പിലാകുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടും. വിഴിഞ്ഞം 2 വർഷത്തിനകം പൂർത്തിയാകുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടും. ഇത് അഡ്വാൻസായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ പ്രൊഡക്റ്റീവാണ്. വിഴിഞ്ഞം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും മെട്രോയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താലും അത് പ്രൊഡക്റ്റീവാണ്. കണ്ണൂർ എയർപോർട്ട് ട്രയൽ റൺ നടന്നു കഴിഞ്ഞു. അടുത്ത കൊല്ലം റിട്ടേൺ കിട്ടും. അപ്പോൾ നമ്മൾ ഈ മുടക്കിയ കാശെല്ലാം വെറുതെ അനാവശ്യമാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥമിരിക്കുന്നത്? സ്മാർട്ട് സിറ്റി 3 നിന്നിപ്പോൾ പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും റിട്ടേൺ കിട്ടും. 2 ലക്ഷം ആളുകൾക്ക് ജോലിയും കിട്ടും. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
മുതൽ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് അഡ്വാൻസായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പൂർത്തിയാകുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നതാണ്. പക്ഷേ ഗവൺമെൻറ് ഇത് മുടക്കിയില്ലെങ്കിൽ ആ പ്രോജക്റ്റ് ഒട്ട് വരികയും ഇല്ല. ഇതാണൊരു സത്യം. അപ്പോൾ പ്രോജക്റ്റുകൾ വേണം, ഗവൺമെൻറ് അത് അസിസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇപ്പം മെഡിക്കൽ കോളേജ് നിലവിലുള്ള ജനറൽ ഹോസ്പിറ്റൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടാണ് എന്നാ പ്രപ്പോസൽ, അല്ലാതെ പുതിയ മെഡിക്കൽ കോളേജ് പണിയാനോ പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനുമല്ല. ആദ്യ വർഷം വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചിലവില്ല. ആര് ശമ്പളം കൊടുക്കും എന്നൊക്കെയാണ് ഒരു ചോദ്യം. ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റൽ അപ്ഗ്രേഡ് ചെയ്ത് ഒരു മെഡിക്കൽ കോളേജ് ആക്കുന്ന, അപ്പോൾ അതിനകത്ത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആദ്യ വർഷത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നില്ല, അതോ ഇല്ല. അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത് മീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറാണ്. എത്രയോ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ എത്രയോ നമ്മൾ നടപ്പിലാക്കുന്നു. 12 താലൂക്ക് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സ്കൂള്, ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. അപ്പം ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് പ്രയോജനം ചെയ്യുന്ന കുറേ പദ്ധതികൾ ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. നല്ല പദ്ധതികൾ, അതിൻ്റെ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചു. ജനകീയ പദ്ധതികൾ, അതിലെന്ത് കുറ്റം പറയുവാനാണ്? അപ്പോൾ അതൊക്കെ നോക്കുന്നത് മുലപ്പാലിൽ ഉപ്പ് നോക്കുന്നത് പോലെയുള്ള ഒരു ഇതാണ് വാസ്തവത്തിൽ ഈ വിമർശനങ്ങളൊക്കെ എന്ന് എനിക്കതിനെപ്പറ്റി പറയാനായിട്ടുള്ളൂ. ടാക്സ് വരുമാനം കുറഞ്ഞു എന്നാണ്. 5 വർഷം കൊണ്ട് ഡോക്ടർ ഐസക് പിരിച്ച തുകയേക്കാൾ കൂടുതൽ 2 വർഷം കൊണ്ട് UDF പിരിക്കുകയുണ്ടായി. 5 വർഷം കൊണ്ട് LDF പിരിച്ച തുകയേക്കാൾ 2 വർഷം കൊണ്ട് ഞങ്ങൾ തുക പിരിച്ചു. ഇതാ ബഡ്ജറ്റ് റെഫറൻസ്, ബഡ്ജറ്റ് ഇൻ ബ്രീഫ് പേജ് 2, അതിലെ ഗ്രാഫ് നോക്കിയാൽ മതി. ബഡ്ജറ്റ് ഇൻ ബ്രീഫ് പേജ് 2, അതിലെ ഗ്രാഫിനകത്ത് ഐസക് 5 കൊല്ലം കൊണ്ട് പിരിച്ചതിനേക്കാൾ 2 കൊല്ലം കൊണ്ട് UDF പിരിച്ചു എന്നുള്ളത് അതിനെ സംബന്ധിച്ചിടത്തോളം കാണാം. അപ്പം നികുതി ഇളവുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു, നികുതി ഇളവുകൾ എന്തിനു കൊടുത്തു? അപ്പോൾ ഈ അരിയുടെ മേൽ നികുതി കൊണ്ടുവന്നു.